കള്ളനെ സ്വപ്നം കണ്ടാൽ, അതായത് വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ കയറി മോഷ്ടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കയറി മോഷ്ടിക്കുന്നതായിട്ടോ അങ്ങനെ ഒന്നുമല്ല. നേരെ മറിച്ച് കേവലം ഒരു കള്ളൻ, മോഷ്ടാവായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നൊരു രൂപം അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു കള്ളനെ നമ്മൾ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നമുക്കിങ്ങനെ മനസ്സിലായിട്ട് വരല്, അല്ലെങ്കിൽ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമാണല്ലോ കൂടുതൽ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ളൻ കയറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ നമുക്കൊരു പേടി വരാനും സാധ്യത ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുമായി ബന്ധിച്ച് നിൽക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ മോഷ്ടാവിൻ്റെ ഒരു മോഷണം നടക്കാൻ സാധ്യതയുണ്ട് എന്നൊന്നും ഇതുമായി ബന്ധിച്ചുകൊണ്ട് യാതൊരു അർത്ഥവും അതിന് കൊടുക്കുന്നില്ല. കാരണം മോഷ്ടാവിനെ സ്വപ്നം കണ്ടാൽ, കള്ളനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ ഇമാം നാബൽസി റഹിമഹുല്ല, അബ്ദുൽ ഗനിയ്യൻ നാബൽസി റഹിമഹുല്ല, അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന് പറയുന്ന അതിപ്രസക്തമായ സ്വപ്നവ്യാഖ്യാന ഗ്രന്ഥം, അതിൻ്റെ ബാബുസീൻ എന്ന് പറയുന്ന അധ്യായത്തിൽ 236 പേജിലായിട്ട് പറയുന്നുണ്ട്. സാരിക്ക് ഉണ്ടോ, കള്ളൻ. സാരിക്ക് എന്ന് പറയുമ്പോൾ മോഷ്ടാവ്, കള്ളൻ. ഹുവ ഫിൽ മനാമി, അങ്ങനെ ഒരാൾ ഉറക്കിൽ ഇതുപോലെ ഒരു മോഷ്ടാവിനെ, കള്ളനെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻസാനു കദ്ദാബിൻ ദലീൽ എന്നാണ് അതിൻ്റെ അർത്ഥം കൊടുത്തത്. നിന്ദ്യനായ, കളവ് വല്ലാതെ പറയുന്ന ഒരു മനുഷ്യൻ എന്നാണ്. നല്ല വ്യാഖ്യാനമല്ല. ഇപ്പോൾ എൻ്റെ കളവ് പറയുക, അതും വല്ലാതെ കളവ് പറയുക, അതുപോലെ നിന്ദ്യൻ, ആരാലും നിന്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അധികാരമോ അല്ലെങ്കിൽ ഒരു പ്രസക്തിയോ ഒന്നും ഇല്ലാത്ത ഒരാൾ എന്ന് പറയുമ്പം, നിന്ദ്യൻ എന്ന് പറയുമ്പം വളരെ മോശം തന്നെയല്ലേ. അപ്പം അങ്ങനെ നിന്ദ്യനായ, കളവല്ലാതെ പറയുന്ന ഒരു മനുഷ്യൻ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. നല്ല വ്യാഖ്യാനമല്ല, നല്ലതോ ചീത്ത അതല്ല ഇവിടുത്തെ വിഷയം. അതായത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുമായി ബന്ധിച്ച് എവിടെങ്കിലും കളവ് നടക്കും എന്നൊന്നും അതിനർത്ഥം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് കൊടുത്തത് എന്നർത്ഥം കേട്ടോ.